വെൽക്കം ടു കടൽ പാലറ്റ്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടാപ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ജേർണൽ ചെയ്യുകയാണെങ്കിലും എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും വാഷി ടാപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കടയിൽ നിന്നൊരു 3 വാഷി ടാപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ക്യൂട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കടയിലൊന്നും ഇങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള വാഷി ടാപ്സ് കിട്ടാറില്ല. ചില കടയിൽ വാഷി ടാപ്സ് തന്നെ ഉണ്ടാവാറില്ല. വീട്ടിൽ വാഷി ടാപ്സ് ഉണ്ടാക്കുമ്പോൾ DIY ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല, അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കിതൊക്കെ പോലെ. അപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണ് എല്ലാ വാഷി ടാപ്സും ഞാൻ ചെയ്യുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വാഷി ടാപ്പ് 1 സെൻറ്റിമീറ്റർ ആയിരുന്നു കറക്റ്റ്. അല്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 3 വാഷി ടാപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ 3 വാഷി ടാപ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു വാഷി ടാപ്സിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണം. ഞാൻ ഒരു വാഷി ടാപ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈൻസാണ് വരയ്ക്കുന്നത്. ആ 2 ലൈൻസിൽ നമ്മൾ ഒരേ ഡിസൈൻ തന്നെ കൊടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇത് ഞാൻ ആദ്യം ഷോർട്ട് ആക്കിയിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് എല്ലാം കൂടി ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. പിൻട്രസ്റ്റിലൊക്കെ കുറേ ഡിസൈൻസ് ഉണ്ട് വാഷി ടൈപ്സിൻ്റെ. പിൻട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. പിൻട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്രാഫ്റ്റുകളും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് പിൻട്രസ്റ്റ്. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ കവായ് സ്റ്റിക്കേഴ്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് വരും. അങ്ങനെ നമുക്ക് ട്രേസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ വരച്ചിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്യൂട്ട് സെൽഫി പോസസ് എന്നൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സെൽഫി പോസസ് വരും. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കുറേ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ആദ്യം ഒരു ആപ്പിനെ കുറിച്ചിട്ട് കേട്ട അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് ആപ്പ് പൊളിയാണ്. എല്ലാവർക്കും ഒന്നും ഒരു ആപ്പ് അറിയുന്നുണ്ടാവില്ല. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വാഷി ടൈപ്സിലോട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ 3 വാഷി ടൈപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 6 ലൈൻസാണ് വരച്ചിട്ടുള്ളത്. 2 ലൈൻസ് വീതം ഒരു വാഷി ടൈപ്പിന്. അങ്ങനെയാണ്. ഇനി ഞാൻ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. ഡിസൈൻസ് വരയ്ക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ആയാൽ വാഷി ടൈപ്സ് ആണ് കൊള്ളാവും. പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 വാഷി ടൈപ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കുറേ നേരം ഒരു ക്രാഫ്റ്റിൽ തന്നെ നിൽക്കാനൊക്കെ ഇഷ്ടമല്ല, പിന്നെ മടിയാവും. എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ കൂടുതലായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വാഷി ടൈപ്സ് ഫുൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് പണി പാളിയതാണല്ലോ ഞാൻ പറയുന്നത്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് വാഷി ടൈപ്പാണ് ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അവസാനത്തെ നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് കൊള്ളായതാണ്. അത് എൻ്റെ ഐഡിയ തന്നെയാണ്. ബ്രഷ് തന്നെ പണിയാട്ടോ. എന്തായാലും ആ 2 എണ്ണം ശരിയായല്ലോ, അതന്നെ സമാധാനം. ഇനി നമുക്ക് ഒരേ ഡിസൈനിലുള്ള വരുന്ന വാഷി ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ മെഷർമെൻറ്റിൽ വരുന്ന കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അടുത്ത മെഷർമെൻറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മുടെ 3 വാഷ് ടൈപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടമായത്, ഏതാണ് ക്യൂട്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നും പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.